അപ്പോൾ ഈ നമ്മുടെ ഗ്രാൻഡ് വിത്താറയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ള സീറ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൈ സപ്പോർട്ടും വിങ്സും ഷോൾഡറൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു കിഡിലൻ സീറ്റിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ബ്ലാക്കിൽ ഒരു വൈറ്റ് സ്റ്റിച്ചിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒപ്പം സുസുക്കിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ക്യാപ്റ്റൻ നാഫ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. 1 year വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ സീറ്റിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്ക് സീറ്റൊക്കെ കണ്ടില്ലേ, നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള. പിന്നെ ഈ ഒരു വണ്ടിയിൽ ഒരുപാടധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളെ ആംബിയൻസ് ലൈറ്റ് പറയാം, ഏറ്റവും പ്രീമിയം ക്വാളിറ്റി, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആംബിയൻസ് ലൈറ്റാണ്. അതേപോലെ തന്നെ ഒട്ടനവധി മോഡുകളുണ്ട്. മൊബൈൽ ഫോണിലാണ് ഇതിന്റെ ഫുൾ കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, ഗ്രാൻഡ് വിത്താറയ്ക്ക് മാത്രമായിട്ട് വരുന്നതല്ല. അപ്പോൾ ഏത് വണ്ടിയായാലും നമുക്ക് ഈ ഒരു ഐറ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യാം. പിന്നെ ഇതിൽ സ്പീക്കേഴ്സ് കണ്ടില്ലേ, കമ്പനി ബേസ് മോഡലായാലും സ്റ്റീരിയോ ഇല്ലെങ്കിൽ ഈ ഒരു സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് ഡോറിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ടിൽ നമ്മളൊരു കോമൺ സ്പീക്കേഴ്സ് ഇടയുണ്ട്. അത് പ്രീമിയം സെഗ്മെന്റിലുള്ള സ്പീക്കേഴ്സ് ആണ്. ഭാവിയിൽ ആംബ് ബൂസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അത് മൊറേലിന്റെ ഈ ഒരു കോമൺ സ്പീക്കേഴ്സ് ആഡ് ചെയ്യണത് 90 വാട്ട് RMS കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് ഇട്ട് കാണിക്കാം. പിന്നെ നമ്മൾ ഡാമ്പിംഗ് ഷീറ്റ് ചെയ്യുന്നുണ്ട്. സുസുക്കിയുടെ വണ്ടിക്ക് അത്യാവശ്യം നല്ല വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഡബിൾ ലെയർ ആയിട്ടാണ് ചെയ്യണേ. ഒസ്റ്റൈൽ എന്ന ബ്രാൻഡാണ്. പ്രീമിയം സ്പീക്കേഴ്സ് വെക്കുന്നതുകൊണ്ട് തന്നെ വൈബ്രേഷൻ ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ പയനിയറിന്റെ 1300 വാട്ട് വരുന്ന സബ് വൂഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഒരു 500 വാട്ട് വരുന്ന 2 channel ലാമ്പും നമ്മൾ ചെയ്ത്. പിന്നെ ഇതിന്റെ ഹെഡ് ലാമ്പും പ്രൊജക്ടറാണ്. 55 വാട്ട് വരുന്ന ഒരു ബൾബ് വരുന്നത്, ഒട്ടും വെട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ബൾബ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അത് 240 വാട്ടിലേക്കാണ് നമ്മൾ അത് മാറ്റിയിട്ടുള്ളത്. ഈ ഒരു ബൾബ് മാറ്റിയിട്ട് നമ്മൾ LED ആക്കിൻ്റെ ഇട്ട് കാണിക്കാം. ഡിമ്മും ബ്രൈറ്റും കണ്ടില്ലേ, അത്യാവശ്യം നല്ല വെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഗ്യാൻവിത്തറ കിട്ടും. പിന്നെ ഹെല്ലയുടെ ടിൻടോൺ സീരീസ് ഹോൺ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കമ്പനി ഹോൺ മാറ്റിയിട്ടാ, ജസ്റ്റ് അടിച്ച് ഏൽപ്പിച്ചുതരാം. അതുപോലെ GFXന്റെ 5D മാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ വണ്ടിക്കും ഇത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. കറക്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് ടൈറ്റപ്പിനായിട്ട് കിടക്കും, വേറെ വഴുതി പോലെ കയറുന്നുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് കമ്പനി ലൈഫ് ടൈം വാറണ്ടി വരുന്നത്. വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സാധനത്തിന് വരുന്നില്ല. പിന്നെ ബേസ് മോഡലിൽ വരുന്ന ഒരു പാനൽ കാര്യങ്ങളൊക്കെയാണ്. സിംഗിൾ ടിന്നും വെക്കാം, നമുക്ക് 7 inch വെക്കാം. ഇപ്പൊ എല്ലാവരും ആൻഡ്രോയിഡ് ചെയ്യണേ. അതുകൊണ്ട് നമ്മൾ ഡയമണ്ട് 2K സീരീസിൽ വരുന്ന ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത്. കൂടുതൽ നമ്മളെ ചാനലിൽ ഈ ഒരു സംഭവം പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് സർവീസ് വാറണ്ടി വരണേ. എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ നമുക്കത് റീപ്ലേസ്മെന്റ് കിട്ടില്ല, സർവീസ് ചെയ്യാൻ തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ മൈക്കിന്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് കൂടുതലും പ്രൊമോട്ട് ചെയ്യാറില്ല. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഡയമണ്ട് 2K സീരീസിൽ ഈ നോബൊക്കെ ഉള്ള സ്റ്റീരിയോ വെക്കേണ്ട താല്പര്യം ഉണ്ടാവും. അപ്പോൾ 360യുടെ ആ ഒരു ലുക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു 360 തന്നെയാണ് ഈ ഒരു ഡയമണ്ട് 2Kയിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ആണ്. നൈറ്റ് ആയാലും ഈ ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് 3D എഫക്റ്റ് ആണ്. ഒരുപാടധികം മോഡുകളുണ്ട്. പിന്നെ സ്റ്റീരിയോ കുറിച്ച് പറയുകയാണെങ്കിൽ 4x64 ആണ്. ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. അപ്പോൾ ഇതിന്റെ നമ്മൾ ആ ഒരു മൊറലിന്റെയും സബ് വൂഫറിന്റെ ഒക്കെ ഒരു എഫക്റ്റ് അറിയാനായിട്ട് ഒരു ചെറിയൊരു സോങ് നിങ്ങൾ വെച്ച് കേൾപ്പിക്കാം.